കവിതയായിരുന്നു, കവിത. അവനെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ. അവന്റെ കഥ കഴിഞ്ഞത് തന്നെ. എടാ യൂസ്ലെസ്, എന്നോട് എന്തിനാണ് ഈ ചതി ചെയ്ത്? നിന്നോടൊക്കെ ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാടാ? സോറി ബോസ്, അത് സീരിയസ് ആയിട്ട് നീ കണക്കാക്കണ്ട. ഞാൻ അങ്ങനെ കണക്കാക്കൂ? ഏയ്, ഈ സംഭവം എനിക്ക് മരിച്ചാലും മറക്കാൻ കഴിയില്ലടാ. I think of each every minute, every second of my lifetime. വിട്ടുകളയുന്നേ, ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കേണ്ട ആവശ്യമുണ്ടോ? കോപ്പി അടിച്ച എന്താകുമെന്ന് സെന്തിലിനെ ഞാനൊരു ഡെമോ കാണിച്ചതാ. എന്താണെങ്കിലും മനസ്സിലാക്കി പഠിക്കണം, സയൻസ് എൻജോയ് ചെയ്ത് പഠിക്കണം. ഞാനിവിടെ സയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവനല്ല. പിന്നെ നീ എന്താ മലമറിക്കാൻ വേണ്ടി വന്നാണോ? അവന്റെ ഒരു ബോംബ്. ചിരിച്ചോടാ, ഞാൻ പഠിക്കുന്ന മെത്തേഡ് കണ്ട് നല്ലോണം ചിരിച്ചോടാ. എന്നാൽ ഇതേ മെത്തേഡ്സ് വെച്ച് ഒരിക്കൽ ഞാൻ സക്സസ്ഫുൾ ആക്കി കാണിക്കോടാ. അന്ന് ഞാൻ നിന്ന് ചിരിക്കും, നിങ്ങളെ കരയോടാ. നീ തെറ്റായ ട്രാക്കിലാണ് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ കറക്റ്റായ ട്രാക്കിലൂടെയാണോ പോകുന്നത്? നീ വേറെ ട്രെയിൻ, ഞാൻ വേറെ ട്രെയിൻ. ആരാണ് ആദ്യം വിജയിക്കുന്നതെന്ന് കണ്ടറിയാവടാ. 10 വർഷം കഴിഞ്ഞ് ഇതേ ദിവസം ഇതേ സ്റ്റേഷനിൽ തിരിച്ചെത്തുവടാ. അപ്പൊ മനസ്സിലാവൂടാ നമ്മളിൽ ആരാ വലിയവനായതെന്ന്. ബെറ്റ് വെക്കുന്നോടാ. ബെറ്റ് വെക്കടാ. നിങ്ങളോ ഞാനാണോ നോക്കാം. വാടാ മുന്നോട്ട്, വാടാ മുന്നോട്ട്. ആണാണെങ്കി ഒന്ന് വാടാ. ഇവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഈ ദിവസം മറക്കരുതാ, മറക്കരുതാ. Wow, your brand is a brand always. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആരും എനിക്ക് തന്നിട്ടില്ല രാകേഷ്. You going to be Rakesh's wife. ഇനി മുതൽ ബ്രാൻഡഡ് മാത്രം ഉപയോഗിക്കാവൂ. Build this man. അതായത് ഞാൻ പറഞ്ഞ പോലെ അവിടെ I'll be right back. ഇവിടെ നല്ല തിരക്കാണ്. നീ അല്ലേ വാക്ക് മാറ്റിയത്? ഹായ്, വാച്ച് അടിപൊളിയാണല്ലോ. വിഷയം മാറ്റാതെ. ഞാനൊന്നും മാറ്റിയില്ല, നീയല്ലേ വാച്ച് മാറ്റിയേ. ഞാൻ ഈ കാര്യമല്ല പറഞ്ഞ. ടീച്ചേഴ്സ് ഡേ, വെൽക്കം സ്പീച്ച്. കൈൻഡ് ഓഫ്. അച്ഛനോട് നിനക്ക് എന്താ ഇത്ര ദേഷ്യം? എനിക്കെന്തോ ദേഷ്യം? ഞാനുണ്ടാക്കിയ പുതിയ ഇൻവേർട്ടറിന് നിന്റെ അച്ഛന്റെ പേരല്ലേ ഇട്ടിരിക്കുന്നത്. ഇതാ നോക്ക്. എന്തിനാ എന്റെ അച്ഛനെ ഇത്ര ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? കാരണം നിന്റെ അച്ഛൻ കോളേജല്ല നടത്തുന്നത്, ഫാക്ടറിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴുതേ പോലെ ചുമടെടുപ്പിക്കുന്ന ഫാക്ടറി. നോക്ക്, വേറൊരു കഴുത അവിടെ നിൽക്കുന്നു. എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഞാൻ കെട്ടാൻ പോണവനെ കഴുതെന്ന് പറയുന്നേ? അവൻ കഴുത തന്നെയാ. ആദ്യം എഞ്ചിനീയറിംഗ് പഠിച്ചു, പിന്നീട് MBA പഠിച്ചു, പിന്നെ അമേരിക്കയിൽ പോയി ബാങ്ക് ജോലി ചെയ്യുന്നു. ബാങ്ക് ജോലി ചെയ്യുന്നതിന് എന്തിനാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? നിക്ക്, നിന്റെ അച്ഛനും അവൻ നേരത്തെ കോളേജ് പഠിച്ചത് കൊണ്ട് മൊണ്ണയാണെങ്കിലും കഷണ്ടി തലയനാണെങ്കിലും സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെ നിന്റെ അച്ഛന്റെ തല പോലെ അവന്റെ തലയും കണ്ടപ്പോൾ മരുമോനാക്കി. ഇതുപോലുള്ള കഴുതകളൊക്കെ നഷ്ടം വന്നാലും നല്ലൊരു പ്രോഫിറ്റ് ആയിട്ടുള്ള ബിസിനസ് നോക്കുള്ളൂ. അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നീ ഒരു പ്രോഫിറ്റ് തന്നെയാ. അതാ ശരി. കാരണം നീ പ്രിൻസിപ്പളിന്റെ മോളല്ലേ, നല്ല സ്ത്രീധനം കിട്ടും, നീ ഡോക്ടർ ആകാൻ പോകുന്നു, നല്ല വരുമാനം കിട്ടും, നീ കാരണം അവന്റെ ഇമേജ് കൂടുകയും ചെയ്യും. അതുകൊണ്ടല്ലേ അവൻ നിന്റെ പുറകെ നടക്കുന്നേ. നിന്നെ ഒരു ബ്രാൻഡായിട്ട് അവൻ കാണുകയല്ലാതെ മനുഷ്യനായിട്ടൊന്നും കാണില്ല മോളെ. നീ എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? രാകേഷ് എന്നോട് സ്നേഹമില്ലെന്നാണോ? അവൻ വാങ്ങി തന്ന വാച്ചല്ലേ ഇത്? ഒരു മിനിറ്റ് ഒന്ന് പിടിച്ച്, നിനക്കൊക്കെ ഒരു ഡെമോ കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹേയ് രാകേഷ്, എവിടെ പോയി റിയ? I was worried. റിയ അവളുടെ പുതിയ വാച്ച് കൊണ്ട് കളഞ്ഞു. അതിവിടെ നോക്കുമായിരുന്നു. What? You lost the watch? അത് സാരമില്ല രാകേഷ്, പുതിയ വാച്ച് വാങ്ങിച്ചാ പോരെ. Nonsense. Thank you. Riya, it's 4 lakhs, Riya. 4 lakhs. 4 lakhs? എന്റെ വാച്ച് 400 രൂപയേ ഉള്ളൂ. അതേ സമയം കാണിക്കുന്നു. Shut up. ശരി, അത് വിട്ടേ. How can you be so careless, Riya? This careless attitude is disgusting. That was a limited edition watch. You just lost it. വെറുതെ കെട്ടി നോർത്ത് നീ കളഞ്ഞില്ലേ? ഇനി ഡിന്നറിന് കിളവികളുടെ വാച്ച് കട്ടിക്കൊണ്ട് പോയാൽ മതി. എന്തിനാ നോക്കുന്നേ? ഉടനെ തുടങ്ങി. ഈ മുതല കണ്ണീരാണോ നിന്റെ മെച്ചൂരിറ്റി? I can't handle this. ആദ്യം കരച്ചിൽ നിർത്തിയിട്ട് പോയി വാച്ച് അന്വേഷിക്കേ. Damn it. She is very careless in getting surprising gift for her. ഇന്നാ നിന്റെ 4 ലക്ഷം രൂപയുടെ വാച്ച്. ഇതിന് വേറെ കൈ അന്വേഷിക്കുക കഴുതേ. റിയ, ഒടുക്കത്തെ ധൈര്യം തന്നെ അയാൾക്ക്. അവന്റെ മുഖത്ത് നോക്കിയല്ലേ കഴുതെന്ന് വിളിച്ചത്. ഭയങ്കര തന്നെയല്ലേ. എന്താ ഇത് റിയേ? ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറയേണ്ടത്. ശരി, താങ്ക് യു. മാറങ്ങോട്ട്. എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നേ? ഒരു സത്യം ഞാൻ പറയട്ടെ, ഇയാൾക്ക് അവനോട് ഒട്ടും സ്നേഹമില്ല. What do you mean? അങ്ങനെ ഒരു പക്ഷെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ മുമ്പിൽ അവൻ വരുമ്പോ തന്നെ
ഒരീണം പറന്നു പോയനെ, പടപട പടപടാന്ന് പൂമ്പാറ്റകൾ പറന്നു പോകും. ശരീരമൊട്ടാകെ പൂക്കൾ വിരിഞ്ഞനെ. നക്ഷത്രങ്ങളെല്ലാം ചന്ദ്രനായി മാറിയനെ. ഇതെല്ലാം ശങ്കരന്റെ പടത്തിലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ മാത്രം നടക്കൂ. യഥാർത്ഥ ജീവിതത്തിൽ നടക്കില്ല. ആര് പറഞ്ഞു നടക്കും? മനുഷ്യനെ സ്നേഹിച്ചാൽ മാത്രം. കഴുതയല്ല. ബൈ. ഹലോ. യാ. വാട്ട്? ഓക്കെ ഓക്കെ, ഞാനിപ്പോ വരാം, ഇപ്പൊ വരാം. അതെ, ഇയാള് മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ? ഒരു ഹെൽപ്പ് വേണം, എമർജൻസി പ്ലീസ്. What? ഒരു പേഷ്യന്റ് സീരിയസ്, ഒന്ന് എന്റെ കൂടെ വരൂ പ്ലീസ്. Hey, stupid! എന്താ ഇത്? നമ്മളോട് എത്ര ദ്രോഹം കാണിച്ചവരായാലും അവരുടെ ജീവൻ രക്ഷിക്കുന്നതാണ് പ്രധാനമെന്നുള്ളത് നിങ്ങളുടെ മെഡിക്കൽ കോളേജ് ബൈലോയിലൊന്നും ഇല്ലെന്നാണോ പറയുന്നത്? എന്തായാലും ഡോക്ടറായ എല്ലാവരും കൊല്ലാൻ പോവാണല്ലോ. അല്ലാതെ സോറി, വരൂ പ്ലീസ്. എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്ന് പ്രശ്നം ഉണ്ടാക്കി, എന്റെ എൻഗേജ്മെന്റ് മുടക്കി. നീ കാരണം എന്റെ അച്ഛൻ ബിപിയുടെ മരുന്ന് കപ്പിളണ്ടി പോലെ കഴിച്ചോണ്ടിരിക്കുക. ഞാനാണ് നിന്നെ ഹെൽപ്പ് ചെയ്യുക. അൺബിലീവബിൾ. ആന്റി, സെന്തിലെവിടെ? ടാക്സി വിളിക്കാൻ പോയതാണ് മോനെ. ആംബുലൻസിന് ഫോൺ ചെയ്ത് 2 മണിക്കൂറായി, ഇതുവരെ എത്തിയിട്ടില്ല. ഫോൺ വിളിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ പിസ എത്തും. ഇതെന്തൊരു നാടാ മോനെ. എത്രയും വേഗം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം. എമർജൻസി. വിവരം ഇല്ലാണ്ട് നിനക്ക്? അച്ഛനെ സ്കൂട്ടർ വെച്ചാണ് കൊണ്ടുവരുന്നത്. എടാ നീ ഫ്ലൈറ്റ് കിട്ടിയില്ല, അതാ. തമാശയാണോ? എവിടാടാ എന്റെ അച്ഛൻ? ചെന്ന് ഡോക്ടറോട് ചോദിക്കും. അവരിപ്പോൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനില്ല. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായേനെ. നല്ല കാര്യം ആംബുലൻസിന് വെയിറ്റ് ചെയ്യാതെ സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഗിവ് മേ കോൾ ഇൻ കേസ് ഓഫ് എനിത്തിങ്. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് പാരി. ഫ്രണ്ട്സ് താങ്ക്സ് പറയോ? സ്ഥലം വിട്ടോ. നാളെ നിങ്ങൾക്ക് എക്സാം ഇല്ലേ? എക്സാം എത്രയോ ഉണ്ട് റിയ, എന്നാൽ അച്ഛൻ ഒരാളല്ലേ ഉള്ളൂ. പോസ്റ്റ് മാസ്റ്ററിന് ഡെലിവറി എത്തിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ മോനെ, നീ വിഷമിക്കണ്ട. എന്നോട് ക്ഷമിക്കണം പാരി. ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ഏയ്, all is well, all is well. നീ ചെല്ല, എന്നിട്ട് അച്ഛനെ പോയി കാണാം. പോടാ. അടിപൊളി വണ്ടിയാകട്ടോ, ഒരു ജീവൻ തന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതിനെന്ത് വില വരും? ചമ്മന്തി ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിക്ക്, പറയാം. ഹേ, ബൈ ദ ബൈ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതിന് ഓഗസ്റ്റ് 15 അല്ലല്ലോ. ഇന്ന് ഓഗസ്റ്റ് 15 തന്നെയാ. ഇനി നിനക്ക് സ്വാതന്ത്ര്യത്തോടെ അമ്മയുടെ വാച്ച് കെട്ടാവല്ലോ. ഒരു കഴുതയ്ക്കും ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കിളവികളുടെ വാച്ചാണെന്ന് ചോദിച്ച് ഇനി കളിയാക്കാൻ പറ്റില്ലല്ലോ. ടേക്ക് കെയർ, ബൈ. ഹേ, അതെന്റെ അമ്മയുടെ വാച്ചാണെന്ന് നിനക്കിങ്ങനെ അറിയാം? അത് നിന്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ അന്ന് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടാണ് നീ വന്നത്. എങ്കിൽ വാച്ച് മാത്രം പഴയതായിരുന്നു. ഐ ജസ്റ്റ് ടെസ്റ്റഡ്. അന്ന് ഇയാള് അമ്മയെ ശരിക്കും മിസ് ചെയ്ത് കാണുമല്ലേ? അതെ. ഇയാളുടെ അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നല്ലേ? അതെ. ഇതൊക്കെ എങ്ങനെ അറിയാം? തൻ്റെ അച്ഛൻ മോശക്കാരനല്ലല്ലോ. റിമെമ്പർ, ലൈഫ് ഈസ് എ റിസ്ക്. റൺ റൺ, വേഗം ഓടിക്കോ, ഇല്ലെങ്കിൽ പുറകെ വരുന്നവൻ നമ്മുടെ നെഞ്ചത്ത് ചവിട്ടി പോകും. അച്ഛാ.